നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് അല്ലെങ്കിൽ അടിത്തറ, കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ വിശ്വാസ പ്രഘോഷണമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരേ ഒരു ഭാഗം മാത്രം. ഇതിനെക്കുറിച്ച് അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ കത്തോലിക്ക സഭ പാരമ്പര്യത്തിലാണ് ഉറച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ അടിസ്ഥാന പാരമ്പര്യം. സർവശക്തൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് കുറെ അധികം അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ എവിടെ അന്വേഷിച്ചാലും കാണുന്ന കുറച്ച് അർത്ഥങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സർവശക്തൻ എന്ന് പറഞ്ഞാല് സർവശക്തനായിട്ടുള്ള ഒരാൾ മാത്രമേ കാണൂ, അത് ഏകദൈവമാണ്. ഏകദൈവം എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് സർവശക്തൻ എന്ന് പറയുക. കാരണം രണ്ട് സർവശക്തന്മാര് നിൽക്കാൻ പറ്റിയല്ല, കാരണം അപ്പൊ സർവശക്തി ഉണ്ടായില്ല. അതുകൊണ്ടാണ്. രണ്ടാമത്തത് മതിയായ സംരക്ഷണം നൽകാൻ കഴിവുള്ള ആളാണ് സർവശക്തൻ എന്ന് പറയുന്നത്. എൽ ഷദ്ദായി എന്നാണ് ഹീബ്രു വാക്ക്. ഞാനത് പിന്നെ കാണിച്ചോളാം. ഷാദ് എന്ന ഹീബ്രു വാക്കിന്റെ അപ്പം അർത്ഥം മാറണം എന്നുള്ളതാണ്. സ്ഥാനം, അതായത് കൊടുക്കാനായിട്ട്, എല്ലാം കൊടുക്കാനായിട്ട് കഴിവുള്ള ആളാണ് ഈ ഓൾമൈറ്റി എന്ന് പറയാനായിട്ട് ഹീബ്രുവില് എൽ ഷദ്ദായി എന്ന് പറയുന്നത്. ദൈവത്തിന് പരമാധികാരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് പരമാധികാരമുണ്ട്, അത് നമ്മൾ ഏറ്റുപറയുന്നു. ഇതാണ് സുപ്രീം പവർ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവിധ സംരക്ഷണവും അനുഗ്രഹവും നൽകാൻ കഴിവുള്ളവനാണ് സർവശക്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിന് 35:11 അത് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ധൈര്യവും സമാശ്വാസവും നൽകാനായിട്ട് കഴിവുള്ളയാളാണ് സർവശക്തൻ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള സർവശക്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് ആദ്യമായിട്ട് അനുസ്മരിക്കാം. ഈ പിതാവ് എന്ന് പറയുമ്പോൾ, ദൈവം നമ്മുടെ പിതാവാണെന്ന് പറയുമ്പോൾ അതിനകത്തും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒറ്റ വാക്കിൽ കിട്ടാനായിട്ട് സാധിക്കും. ഒന്ന്, സ്രഷ്ടാവാണ്. സൃഷ്ടി നടത്തുന്ന ആളാണല്ലോ പിതാവ് എന്ന് പറയുന്നത്. സ്രഷ്ടാവാണ്. സ്നേഹമുള്ള ദാതാവാണ് ദൈവം, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പിന്നെ സംരക്ഷകനും വഴികാട്ടിയുമാണ് ദൈവം. പിതാവ് എന്നുള്ള നിലയിൽ നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മുടെ വഴി നടത്തുന്നു. പിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ദൈവവുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരിക്കും. പിന്നെ പിതാവ് കാരുണ്യവാനും ക്ഷമിക്കുന്നവനുമാണ് സാധാരണ. അപ്പൊ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഈ ഒരു അർത്ഥവും കൂടിയുണ്ട്. പിതാവിന് അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ ശിക്ഷണം നൽകും. അപ്പൊ പിതാവ് അധികാരിയും നമുക്ക് ശിക്ഷണം നൽകി വളർത്തുന്ന ഒരു വ്യക്തിയുമാണ് പിതാവ്. അതുപോലെ തന്നെ നമ്മുടെ അവകാശം ഈ പിതാവാണ്, നമ്മുടെ ഭാവിയുടെ പ്രത്യാശ ഈ പിതാവാണ്. ഇങ്ങനെ പിതാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. മതാധ്യാപകർ എന്ന നിലയിൽ ഈ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ ഈ പിതാവ് എന്ന് പറയുമ്പോഴും സർവശക്തൻ എന്ന് പറയുമ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഇത് അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വിശ്വാസ പ്രമാണം ഏറ്റു ചെല്ലുമ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വാസ്തവത്തിൽ ഏറ്റു ചെല്ലുന്നത്, പ്രഖ്യാപിക്കുന്നത് എന്ന് ഒരു ഷോർട്ടായിട്ടൊന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം സ്രഷ്ടാവാണ്. ദൈവം മനുഷ്യനെ തന്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുക. ഈ ഛായ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധമാണ്, റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ദൈവം ആദത്തിന്റെ നാസാരന്ധങ്ങളിലേക്ക് തന്റെ ശ്വാസം ഊതി എന്ന് പറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചു. ഈ ആദത്തിന് ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് ആദത്തിന് ദൈവവുമായിട്ട് ബന്ധത്തിലായിരിക്കാൻ കഴിയും. ഇതാണ് മനുഷ്യന് മറ്റു സൃഷ്ടികളിൽ വ്യത്യാസത്തിലുള്ള കാര്യം. ദൈവം ആത്മാവാണ്. ആത്മാവിന്റെ സാന്നിധ്യമുള്ള മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധത്തിലായിരിക്കാനായിട്ട് കഴിയും. അതാണ് വാസ്തവത്തിൽ ദൈവം മനുഷ്യനോടൊത്ത് നടക്കുന്നു. മൃഗങ്ങളോടൊത്ത് നടക്കുന്നു നമ്മൾ കാണുന്നില്ല, മനുഷ്യനോടൊത്ത് നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ശ്വാസമല്ല, കാരണം മൃഗങ്ങൾക്ക് ശ്വാസം ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ ശ്വാസമാണെന്ന് ബൈബിള് അർത്ഥമാക്കുന്നില്ല. ആദം എടുക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ആദത്തിന് മണ്ണിനോടും ബന്ധമുണ്ട്. അപ്പം ആദത്തിന് ദൈവഛായ എന്നുള്ളതിൽ ദൈവവുമായിട്ടും ഈ ലോകവുമായിട്ടും ബന്ധത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. ഇനി അതുകൊണ്ട് തന്നെ ദൈവം ഒരു ബന്ധത്തിന്റെ ദൈവമാണ്. ഹവ്വയെ എവിടെ നിന്നാണ് സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആദത്തിന്റെ വാരിയിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്. വീണ്ടും അവിടെ ബന്ധമാണ് കാണിക്കുന്നത്. ഇനി മറ്റുള്ളവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ആദത്തിൽ നിന്ന് ഹവ്വയിൽ നിന്ന് ജനിക്കുന്ന മക്കളാണ് ബാക്കിയുള്ളത് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും ഒരു ബന്ധത്തിന്റെ ഒരു ശൃംഖല മാത്രമാണ്.
എല്ലാം ഒരു ബന്ധം. അപ്പോ സർവശക്തൻ എന്ന് നമ്മൾ പറയുമ്പോൾ, പിതാവ് നമ്മൾ പറയുമ്പോൾ, ഈ ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം വായിച്ചാൽ ബന്ധങ്ങളുടെ ഒരു ദൈവത്തെയാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇനി പാപം എന്താണ്? പാപം എന്താണെന്ന് നോക്കിയാൽ ഈ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയുന്നതാണ് പാപമെന്ന് നമ്മൾ ആ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. എന്താണ് പറ്റിയത്? ഒന്ന്, പാപം ചെയ്തപ്പോൾ, അതായത് ദൈവത്തിന്റെ തുല്യമാകാനായിട്ട് ദൈവത്തിന്റെ പ്രമാണത്തോളം തന്റെ പ്രമാണം തുല്യമാക്കാൻ വെച്ചപ്പോഴത്തേക്കും മനുഷ്യന് മറ്റു വ്യക്തിയിൽ നിന്ന് നാണക്കേട് കാരണം മാറി നിൽക്കേണ്ടി വന്നു, വസ്ത്രം എടുക്കേണ്ടി വന്നു. ഇനി ദൈവം വന്നപ്പോൾ അവൻ ഒളിച്ചിരിക്കേണ്ടി വന്നു. മൂന്നാമത്, പ്രകൃതി ശപിക്കപ്പെട്ടതായി തീർന്നു എന്ന് ദൈവം 3-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. അതായത് ബന്ധങ്ങളെല്ലാം തകർന്ന് വീട് നമ്മൾ കാണുന്നത് പാപത്തിന്റെ ഫലമായിട്ട്. അതുകൊണ്ടാണ് പരിഹാരമായിട്ട് താൽക്കാലികമായിട്ട് അവര് ഈ അത്തിയില തുന്നിയിട്ട് വസ്ത്രമുണ്ടാക്കുന്നതും പിന്നെ ദൈവം അവരെ സംരക്ഷിക്കുന്നതും ഒക്കെ. മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം തകർന്നു. അങ്ങനെ വാസ്തവത്തിൽ ഈ തകർച്ചയിൽ നിന്നാണ് ഭൂമിയിലെ ട്രൈബൽ ആയിട്ടുള്ള, അതായത് ഈ ഗോത്ര ജീവിതത്തിന് ആരംഭം കുറിക്കുന്നതെന്നാണ് ബൈബിളിന്റെ ഒരു ദർശനം. അതായത് ഒരുപോലെ ഒരുമിച്ചിരിക്കേണ്ട മനുഷ്യൻ എങ്ങനെ ഗോത്രങ്ങളായിട്ട് പിരിഞ്ഞുപോയി, പരസ്പരം വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ കായേനിൽ തന്നെ ഈ കൊലപാതകത്തിന്റെ ഒരു സംസ്കാരം ജന്മമെടുക്കുന്നത് കാണാം. ഈ സംസ്കാരത്തിന് കുറച്ചും കൂടെ ആധികാരികത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഉറപ്പ് നൽകുന്നത് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഉറച്ചതായിട്ട് കാണുന്നത് ബാബേൽ ഗോപുരത്തിന്റെ ആ ഒരു സംഭവം വിവരിക്കുന്ന, ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു കഥ വിവരിക്കുന്നതിലൂടെയാണ്. അതായത് ദൈവത്തിന്റെ ഒപ്പം ആകാശത്തോളം ഉയർന്ന് സ്വന്തമായിട്ടൊരു പദ്ധതിയുമായിട്ട് പോകുന്ന മനുഷ്യനെ ദൈവം ചിതറിച്ചു കളയുന്നത്. അങ്ങനെ ഗോത്ര സംസ്കാരം ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിച്ചതായിട്ട് നമ്മൾ കാണുക. ഇനി ഇതിനകത്തുനിന്ന്, ഈ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് പരസ്പരം വെട്ടുകയും കൊല്ലുകയും ഇല്ലായ്മ ചെയ്യുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് സ്നേഹപിതാവായിട്ടുള്ള ദൈവത്തിന്റെ ഒരു കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. ഈ ഗോത്ര സംസ്കാരം മാറ്റി നിർത്തി എങ്ങനെ അതിനകത്ത് മനുഷ്യനെ ലിബറേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഹിസ്റ്ററി ഓഫ് സൽവേഷൻ, രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത്. അതിനായിട്ട് ദൈവം ഒരു മനുഷ്യനെ, നമുക്കറിയാം, ആ അബ്രാഹത്തെ വിളിച്ചിട്ട് നീ നിന്റെ വീടും നാടും ട്രൈബും എല്ലാം വിട്ടിട്ട് പോകാനായിട്ട് പറയുകയാണ്. നീ അവിടുത്തെ എല്ലാം വിട്ടുപോകണം, ഈ ജീവിതം പോരാ. അങ്ങനെ അബ്രാഹം പുറപ്പെട്ടു. ഇവിടെയാണ് ആദ്യമായിട്ട് ബൈബിളിൽ ഏൽ ഷദ്ദായി, ഞാൻ സർവശക്തനായ ദൈവമാണ് എന്നുള്ള പ്രയോഗമായിട്ട് വരുന്നത്. അതായത് ഗോത്ര സംസ്കാരത്തിൽ മനുഷ്യൻ തകർത്തെറിഞ്ഞ മാനവ സംസ്കാരത്തിന്, ദൈവികമായ സംസ്കാരത്തിന് മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് രക്ഷപ്പെടുത്താനായിട്ട് ദൈവം എഴുന്നള്ളി വരുമ്പോൾ, അബ്രാഹത്തെ വിളിക്കുമ്പോൾ, ആ വിളിച്ചതിന് ശേഷം അബ്രാഹത്തിന് ആയിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അബ്രാഹത്തിന് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പേരാണ് സർവശക്തൻ, ഏൽ ഷദ്ദായി എന്ന് പറയുന്നത്. 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കിത് കാണാം. ഈ അബ്രാഹത്തെ വിളിച്ചിട്ട് ഞാൻ സർവശക്തനാണ് എന്ന് പറഞ്ഞിട്ട് ദൈവം അവിടെ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഈ ഉടമ്പടികളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ എങ്ങനെയാണ് ദൈവം രക്ഷാകര പദ്ധതി ഡിസൈൻ ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. ഈ ട്രൈബലായിട്ട് തീർന്ന, എല്ലാം വെട്ടും കുത്തുമൊക്കെ ആയിട്ട് തീർന്ന ഈ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിനായിട്ട് ദൈവം ഡിസൈൻ ചെയ്ത പരിപാടിയാണ് ഉടമ്പടികൾ എന്ന് പറയുക. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, എപ്പോഴും ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. ഞാനിപ്പോ ഒരു കടയിൽ പോയി ഇത്ര സാധനം മേടിക്കാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ഉടമ്പടിയാണ്. അപ്പൊ ഉടമ്പടിയിലൂടെ ഒരു ബന്ധം ജന്മം കൊടുക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് എന്താന്ന് പറഞ്ഞാല്, ഉടമ്പടികളിലൂടെ പടിപടിയായിട്ട് ബന്ധങ്ങളെ വിളക്കിക്കൊണ്ടുവരും ദൈവത്തിന്റെ ചിത്രമാണ്. അബ്രാഹത്തെ വിളിക്കുന്നു, ഉടമ്പടി ചെയ്യുന്നു. അതിനുമുമ്പ് വാസ്തവത്തിൽ നോഹയുമായിട്ട് ഉടമ്പടി കാണിക്കുന്നുണ്ട്. ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടിയിൽ ദൈവം അബ്രാഹത്തെ വിളിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ട് ദൈവം ഒരു വാഗ്ദാനവും കൊടുക്കുകയാണ്. ആ വാഗ്ദാനത്തിൽ നിന്റെ സന്തതിയിലൂടെ, ഉൽപ്പത്തിയുടെ 22:18, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാകും എന്ന വാഗ്ദാനം കൊടുക്കുകയാണ്. ഇങ്ങനെ ഉടമ്പടി ചെയ്ത് ദൈവം വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ നമുക്ക് നോഹയുമായിട്ട് ഉടമ്പടി കാണാം, അബ്രാഹവുമായിട്ട് ഉടമ്പടി കാണാം, സീനാമലയിൽ ഉടമ്പടി കാണാം, മോശയുമായിട്ടുള്ള ഉടമ്പടി നിയമാവർത്തന പുസ്തകത്തിൽ കാണാം, ജോഷുവായിട്ടുള്ള ഉടമ്പടി കാണാം, ദാവീദുമായിട്ടുള്ള ഉടമ്പടി കാണാം. പിന്നീട് നമ്മൾ വരുമ്പോൾ ജെറമിയായിലൂടെ ദൈവം പുതിയ ഒരു ഉടമ്പടി സ്ഥാപിക്കും എന്ന് പറയുന്നത് കാണാം. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും മറ്റും ടെക്സ്റ്റുകൾ വരുമ്പോൾ ഈ ദൈവം പുതിയ ഉടമ്പടി സ്ഥാപിച്ച് ഈ ഗോത്ര സംസ്കാരത്തെ മാറ്റി, അതായത് ഒഴിവാക്കി, അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹ രൂപീകരണം നടത്തുന്നതാണ് ബൈബിൾ കാണുന്ന ചിത്രം. ഇനി ഇത് എങ്ങനെയെന്ന്, ഈ പുതിയ ഉടമ്പടി പഴയ
ജെറമ്യായുടെ പുസ്തകത്തിൽ ഇതെങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നും പിന്നെ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ദൈവം എങ്ങനെ, നമ്മൾ പഴയ നിയമത്തിൽ വെളിപാട് ഇങ്ങനെ ഒരു ടോർച്ച് ലൈറ്റ് ഇങ്ങനെ അടിച്ചതുപോലെയാണ്. തുടക്കത്തിലുള്ള ദൈവത്തെക്കുറിച്ച് ചെറിയൊരു കാഴ്ചപ്പാടാണ്. പിന്നെ ഇങ്ങനെ ഉടമ്പടികളിലൂടെ, വാഗ്ദാനങ്ങളിലൂടെ ദൈവം തുടർച്ചയായിട്ട് തന്നെ വെളിപ്പെടുത്തി വരികയാണ്. അങ്ങനെ അതിന്റെ അന്ത്യത്തിലാണ് വാസ്തവത്തിൽ ദൈവം പിതാവാണ്, ത്രിത്വമാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകന്മാരെ തുടർച്ചയായിട്ട് അയച്ചിട്ട് ദൈവം ഇങ്ങനെ ധാർമ്മികത വളർത്തിക്കൊണ്ടുവരുന്നത് കാണാം. പ്രവാചകന്മാരെ അയച്ചു, പ്രവചനം നടത്തി അവസാനം ദൈവത്തെക്കുറിച്ച്, അവസാന പ്രവാചകൻ നമുക്ക് ഈശോയെ വിളിക്കാം, ആ പ്രവാചകനെ വിളിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നു. ഇനി പ്രവാചകന്മാർ എവിടം വരെയായിരുന്നു, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ലൂക്കായുടെ സുവിശേഷം 16:16 പറഞ്ഞിട്ടുണ്ട്. ഇനി ധാർമ്മികത എടുക്കുകയാണെങ്കിൽ പഴയ ബൈബിളിന്റെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ വളരെ ട്രൈബൽ ആയിട്ടുള്ള ധാർമ്മികത കാണാം, വെട്ടുകുത്തുമൊക്കെ ആയിട്ടുള്ളത്. അതിങ്ങനെ സാവധാനം വളർന്ന് നമ്മള് പുതിയ നിയമത്തിലെത്തുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 40 മുതൽ 48 വരെയുള്ള വളരെ ഉന്നതമായിട്ടുള്ള ധാർമ്മികതയിലേക്ക് ചേരും. ഇതാണ് പഴയ നിയമത്തിലുള്ള ഒരു പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ ആരംഭിക്കുന്നിടത്ത് ദൈവം തന്നെ വെളിപ്പെടുന്ന പേരാണ് സർവശക്തൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവശക്തൻ ഈ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നത് കൊണ്ട് രക്ഷാകര ചരിത്രം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പേരാണ് ഈ സർവശക്തൻ എന്നുള്ള നാമത്തിൽ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ പ്രകാശത്തിന്റെ ഒരു സ്രോതസ്സിലേക്ക് നടന്നു വരികയാണ്. ഇതുപോലെയാണ് പഴയ നിയമത്തിലെ വെളിപാടെന്ന് പറയുന്നത്. ദൂരേന്ന് അത് സ്രോതസ് കാണുന്ന വ്യക്തിക്ക് വളരെ വ്യക്തമല്ല കാര്യങ്ങൾ. പക്ഷെ നടന്നടുക്കും തോറും ദൈവം യഥാർത്ഥത്തിൽ എന്താണ്, ഈ വെളിച്ചം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് പഴയ നിയമം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉടമ്പടികളിലൂടെ അവതരിപ്പിച്ച് വരുന്നത്. ഇതിന്റെ രസകരമായ കാര്യം, ഈ യാത്രയുടെ, ഈ ആത്മീയ യാത്രയുടെ അന്ത്യത്തിൽ മനുഷ്യൻ ദൈവത്തെ പിതാവായിട്ട് തിരിച്ചറിയുന്ന ഒരു പരിമിതമായിട്ടുള്ള വിധത്തിൽ, അവരുടെ ഫാദർ എഴുതി വ്യക്തമായിട്ടുണ്ട്, പരിമിതമായിട്ടുള്ള വിധത്തിൽ ദൈവത്തെ പിതാവായിട്ട് തിരിച്ചറിയുന്ന ഒരു ചരിത്രം പഴയ നിയമം എഴുതി കാണിക്കുന്നുണ്ട് നമ്മളെ. ഈ ഓൾമൈറ്റി സർവശക്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയുടെ ദൈവമാന്ന് പറഞ്ഞു, ബന്ധങ്ങളുടെ ദൈവമാന്ന് പറഞ്ഞു, രക്ഷാകര ചരിത്രത്തിന്റെ ദൈവമാന്ന് പറഞ്ഞു, വാഗ്ദാനങ്ങളുടെ ദൈവമാന്ന് പറഞ്ഞു. അതിനെ ഫോളോ ചെയ്ത് ഈ ദൈവത്തെ അനുസരിച്ച് നടന്നു വരുന്നയാള് ദൈവത്തെ രക്ഷകനായിട്ട് കാണുന്നത് പഴയ നിയമത്തിൽ തന്നെ, അല്ലെങ്കിൽ പിതാവായിട്ട് കാണുന്ന ചിത്രം പഴയ നിയമത്തിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമുക്ക് പ്രഭാഷകന്റെ പുസ്തകത്തിലും ജ്ഞാനഗ്രന്ഥത്തിലും ഇത് നിങ്ങൾക്ക് കാണാം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം ടെക്സ്റ്റ് നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രഭാഷകൻ 23:1-6 വരെ വായിക്കുകയാണെങ്കിൽ, എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഭാഷകൻ നമുക്ക് കാണാം. അതിന്റെ അവസാനത്തെ വാക്യം എന്റെ പിതാവും ദൈവവുമായ കർത്താവേ. ഇവിടെ ആദ്യമായിട്ട് ലോകചരിത്രത്തിൽ ഒരാള് ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രന്ഥകാരനെ, ഒരു ആത്മീയ മനുഷ്യനെ കണ്ടെത്താനായിട്ട് കഴിയും. ക്ലേശകാലങ്ങളിൽ അഹങ്കാരികളുടെ മധ്യം നിരാശകനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു എന്നാണ് 51-10 വാക്യം. ഇത് തന്നെ നമുക്ക് ഇതിന് ശേഷം വരുന്ന, ഇത് 2-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമാണ് ഈ പ്രഭാഷകൻ എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം BC-യിൽ എഴുതപ്പെടുന്ന ജ്ഞാനഗ്രന്ഥത്തിലും ഇതേ ആശയം തന്നെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന, ഒരു ഗ്രന്ഥകാരൻ പ്രാർത്ഥിക്കുന്നത്, നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു, ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് സർവശക്തൻ എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന ആളുകൾ ദൈവത്തെ പിതാവായിട്ട് തിരിച്ചറിയുന്ന ഒരു ചരിത്രം. ഇത് ഒരു പരിമിതമായ തിരിച്ചറിവാണ് കേട്ടോ. ചരിത്രം പഴയ നിയമം ഒഴിവാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി പക്ഷെ എന്റെ പിതാവ് എന്ന് വിളിക്കുന്നതിനകത്ത് പഴയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ശരിപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. എന്റെ പിതാവ് എന്ന് വിളിക്കുന്നിടത്ത് ഈ ട്രൈബൽ കൾച്ചറിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം ഉണ്ടായിട്ടില്ല. നമ്മൾ വിളിക്കുന്നത് ഞങ്ങളുടെ പിതാവ് എന്നാണ് ഓർത്തുകൊള്ളണം. എന്റെ പിതാവ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായ ദൈവവുമായിട്ടൊരു ആത്മീയ ഭാഗമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാമെങ്കിലും ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നതിനകത്ത് കണ്ടമാനം വ്യത്യാസം ഇവിടെ പിന്നെയും വരുന്നുണ്ട്.
ഈ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു വിളിക്കുള്ളൊരു സാധ്യത ഉണ്ടാകണമെങ്കിൽ പുതിയ നിയമത്തിലെ അവസാനത്തെ പുതിയ ഉടമ്പടി പ്രാവർത്തികമാകണം. അവിടെ ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഇതെന്റെ ശരീരമാകുന്നു അതിനെ രൂപാന്തരപ്പെടുത്തി അവരുടെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവ മനുഷ്യ ഐക്യം പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് പിതാവെന്ന് വിളിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഇത് പൂർണ്ണമായിട്ടും അതിന്റെ കംപ്ലീഷൻ നടക്കുന്ന നമുക്കറിയാം കാൽവരി മലയിലാണ് എന്ന് നമുക്കറിയാം, കർത്താവിന്റെ ബലിയുടെ. അപ്പോ പഴയ നിയമത്തിലെ സർവശക്തനായ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ വരികയാണ്. അപ്പോൾ ഈ സർവശക്തൻ ഇത് പൂർത്തീകരിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് പോലെ തന്റെ ഏകജാതി നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, ഇതിനെ വീണ്ടെടുക്കണമെന്ന് വിചാരിക്കുന്നു. അതാദ്യമേ അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാവും. ഇത് നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിലെ യഹൂദർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയേ അല്ല. പഴയ നിയമത്തിൽ ദൈവം നൽകിയ വാഗ്ദാനം ഗോത്രപരമായി മാത്രം ചിന്തിക്കുന്ന ഒരു യഹൂദ ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനമാണ് അബ്രാഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാകും. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹീതമാക്കാൻ വേണ്ടിയാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതി നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് സുവിശേഷകൻ പറയുന്നത്. ഇനി ഈശോ വന്നിട്ട് എന്താ ചെയ്തത്? ഈശോ വന്നിട്ട് ഈ രക്ഷാകര കർമ്മം പൂർത്തിയാക്കി, ഞാൻ വിശദീകരിച്ചുകൊള്ളാം, പൂർത്തിയാക്കിയതിനു ശേഷം പറയുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ പൂർണ്ണതയിലേക്ക്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് ആനയിക്കും. വാസ്തവത്തിൽ ഈ ഉടമ്പടിയുടെ പൂർത്തീകരണം നൽകുന്ന 2 വിധത്തിലാണ്. എന്തുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കാൻ മാത്രം ഉയർന്ന മനുഷ്യന് ഈ അനുരഞ്ജനം സാധ്യമാകാതിരുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ വീണ്ടെടുപ്പിനുള്ള വില കൊടുക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് പഴയ നിയമം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉദാഹരണം, സങ്കീർത്തനം 49, 7 മുതൽ 9 വരെ വായിക്കുകയാണെങ്കിൽ, തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്ര ആയാലും അത് തികയുകയില്ല. എന്നേക്കും ജീവിക്കുന്നതിനോ പാതാളം കാണാതിരിക്കുന്നതിനോ കഴിയുന്നത് എങ്ങനെ എന്നുള്ള ഒരു ആകുലതയാണ് പഴയ നിയമത്തിലുള്ളത്. അത് പൂർത്തീകരിക്കാൻ, അതായത് അത് ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയക്കുന്നത്. പുത്രൻ ഇവിടെ വന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ വിലയായിട്ട് തന്റെ ജീവിതം കൊടുത്തുകൊണ്ട് ശുശ്രൂഷിക്കാനല്ലാതെ വന്ന് നമുക്ക് ജീവൻ നൽകാനായിട്ടാണ് പരിശ്രമിച്ചത്. ഇനി ഈശോ വന്ന് നമ്മളെ ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോഴാണ് ഈശോയുടെ ഗോത്രപരമല്ലാത്ത ആത്മീയതയും ചിന്തയും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമാകുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചാൽ 40 മുതൽ 48 വരെ നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അവിടെ തീർന്നില്ല, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ യഥാർത്ഥ മക്കളായി തീരും. സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കണമെങ്കിൽ എന്റെ പിതാവ് എന്നുള്ള കാഴ്ചപ്പാട് മാത്രം പോരാ, ഞങ്ങളുടെ പിതാവ് എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിലേക്ക് ഉയരണമെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതകാലത്ത് പൂർത്തീകരിച്ചിട്ടില്ല. കാരണം മനുഷ്യർക്കെല്ലാം ഇതിനുള്ള കപ്പാസിറ്റി കിട്ടിയിരുന്നില്ല. ഈശോ എല്ലാം പഠിപ്പിച്ചിട്ട് കടന്നുപോയി. കാരണം ഇത് പൂർത്തീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് ഈശോ പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ അവരോട് പെരുമാറണം. ഇതിനപ്പുറത്തേക്ക് ഒരു നിയമവും ഇല്ല, പ്രവാചകന്മാരും ഇല്ല എന്ന് ഈശോ പറഞ്ഞു വെച്ചു. ഇങ്ങനെ പറഞ്ഞ ഈശോയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്, സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല. നമ്മുടെ ഈ അടുത്ത കാലത്തുള്ള ഭക്തിയെക്കുറിച്ച് ഒരു പരിധി വരെ ഇങ്ങനെ എൻ്റെ നായി പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതായത് ഞങ്ങളുടെ പിതാവേ എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ അപ്രത്യക്ഷമായിട്ടുണ്ട്. നമ്മുടെ ഇടവുകളിൽ നോക്കിയാലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണത്തുള്ളൂ. ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇത് ഓരോ പ്രാർത്ഥനയും നമുക്ക് ഉത്തരവാദിത്വമായിട്ട് മാറി. ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പഠിക്കണം. അവരോട് ക്ഷമിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിന് ക്ഷമം കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗോത്രപരമായ യാതൊരു ചിന്തയുമില്ല. ഈശോ പഠിപ്പിച്ചെന്താണ്? എങ്ങനെയാണ് ദൈവത്തെ വിളിക്കേണ്ടത്? നിങ്ങൾ എൻ്റെ കൂടെ വിളിക്കണം. ഈശോ പറയുന്നതാണ്, നിങ്ങളെ ഞാൻ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല.
പിതാവെന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു, നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കണം. രണ്ടാമത്, നിങ്ങൾ ഒരുമിച്ച് നിന്ന് പിതാവേ എന്ന് വിളിക്കണം. നിങ്ങൾക്ക് ഞാനൊരു പുതിയ പ്രമാണം നൽകുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇങ്ങനെ പണ്ട് മനുഷ്യൻ മുറിച്ചു കളഞ്ഞ എല്ലാ ബന്ധങ്ങളും, ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരായിട്ടുള്ള ബന്ധവും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് ദൈവം, ഈ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പിതാവായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിച്ചു വരിക, അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണിച്ചു കൊടുക്കുക.